Bharathiar University SDE BA English second year, core paper number 3, Poetry. A book may be compared to your neighbor. If it be good, it cannot last too long. If bad, you cannot get rid of it too early. Rupert Brooke. ഒരു പുസ്തകത്തെ നിങ്ങളുടെ അയൽക്കാരനുമായി താരതമ്യം ചെയ്യാം. അത് നല്ലതാണെങ്കിൽ അത് അധികകാലം നിലനിൽക്കില്ല. മോശമാണെങ്കിൽ നിങ്ങൾക്കത് വളരെ നേരത്തെ ഒഴിവാക്കാൻ കഴിയില്ല. അപ്പോൾ പോയട്രിയിലെ 10th പോയമാണ് മെനലസ് ആൻഡ് ഹെലൻ. ഇതിലെ ലാസ്റ്റ് പോയമാണിത്. മെനലസ് ആൻഡ് ഹെലൻ ബൈ റോബർട്ട് ബ്രൂക്ക്. Prereading. Watch the movie Troy and make an idea about the characters of Menelaus and Helen. Try to get more details about Greek mythology. ട്രോയ് എന്ന മൂവി വാച്ച് ചെയ്തിട്ട് മെനലസിൻ്റെയും ഹെലൻ്റെയും ക്യാരക്ടേഴ്സ് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കാനാണ് പറയുന്നത്. ഈ ട്രോയ് എന്ന് പറയുന്നത് 2004 പുറത്തിറങ്ങിയ ഒരു സിനിമയാണ്. അത് നെറ്റ്ഫ്ലിക്സിലും ആമസോൺ പ്രൈമിലും ഇപ്പോൾ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ കാണാം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ. Menelaus and Helen is one of the famous poems of Rupert Brooke. This poem is much related to the Greek mythology. The poem tells us about the valiant knight Menelaus and the lovely queen Helen. The poem has two parts which are contrary to each other. The first part tells about the early stage of the knight and the queen, that is, their blissful wedded days. On the contrary, the second part tells about their boring and lifeless old age. അപ്പോൾ മെനലസ് ആൻഡ് ഹെലൻ എന്നുള്ളത് റൂപ്പർട്ട് ബ്രൂക്കിൻ്റെ ഫേമസ് ആയിട്ടുള്ള പോയംസിൽ പെട്ട ഒന്നാണ്. ഈ പോയം ഗ്രീക്ക് മിത്തോളജിയുമായി വളരെയധികം ബന്ധപ്പെട്ടിട്ടുണ്ട്. ധീരനായ നൈറ്റ് മെനലസ്, ലവ്ലി ക്വീൻ ഹെലൻ ഇവരെക്കുറിച്ചാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. ഈ പോയത്തിന് 2 പാർട്ടുകളുണ്ട്. അത് രണ്ടും തമ്മിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ളതാണ്. ഫസ്റ്റ് പാർട്ടിലുള്ളത് ഈ ക്വീനിൻ്റെയും നൈറ്റിൻ്റെയും, അതായത് മെനലസിൻ്റെയും ഹെലൻ്റെയും ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ആനന്ദകരമായിട്ടുള്ള വെഡഡ് ഡേയ്സിൻ്റെ ഏർലി സ്റ്റേജസ് ആണ്. ആദ്യത്തെ ദിവസങ്ങളൊക്കെയാണ് ആദ്യത്തെ പാർട്ടിൽ കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് പാർട്ടിൽ കൊടുത്തിട്ടുള്ളത് അവരുടെ ബോറിംഗ് ആയിട്ടുള്ള വിരസവും ലൈഫ്ലെസ്സുമായിട്ടുള്ള നിർജീവമായിട്ടുള്ള വാർദ്ധക്യവുമാണ് സെക്കൻഡ് പാർട്ടിൽ കൊടുത്തിട്ടുള്ളത്. ഒബ്ജക്റ്റ് ഈസ് ആഫ്റ്റർ റീഡിംഗ് ദിസ് ചാപ്റ്റർ യു വിൽ ബി ഏബിൾ ടു നോ മോർ അബൌട്ട് റൂപ്പർട്ട് ബ്രൂക്ക് ആസ് എ റൈറ്റർ ഓഫ് വാർ സോണറ്റ്സ്. നോ ഹൗ ദ ചോയ്സ് ഓഫ് വേർഡ്സ് മെയ്ഡ് ബൈ ദ പോയറ്റ് ഹാസ് എൻറിച്ച്ഡ് ദ പോയം മെനലസ് ആൻഡ് ഹെലൻ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നേടാൻ കഴിയും റൂപ്പർട്ട് ബ്രൂക്കിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയും. ആസ് എ റൈറ്റർ ഓഫ് വാർ സോണറ്റ്സ്, വാർ സോണറ്റിൻ്റെ ഒരു റൈറ്റർ എന്ന നിലയിൽ റൂപ്പർട്ട് ബ്രൂക്കിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയും. പിന്നെ മെനലസ് ആൻഡ് ഹെലൻ എന്നുള്ള പോയത്തിൽ കവി കവി തിരഞ്ഞെടുത്തിട്ടുള്ള വാക്കുകൾ, വേർഡ്സ് ഈ കവിതയെ, ഈ പോയത്തിനെ എങ്ങനെ എൻറിച്ച് ചെയ്തു, എങ്ങനെ സമ്പന്നമാക്കി എന്നുള്ളതും അറിയാം. നെക്സ്റ്റ്, അബൌട്ട് ദ ഓഥർ. Rupert Choner Brooke was an English poet known for his idealistic war sonnets written during the First World War. However, he never experienced combat at first hand. He was also known for his boyish good looks, which prompted the Irish poet William Butler Yeats to describe him as the handsomest young man in England. Brooke was born at 5 Hillmorton Road in Rugby, Warwickshire, the second of the 3 sons of William Parker Brooke, a rugby schoolmaster, and Ruth Mary Brooke, nee Cotterill. He attended Hillbrow Prep School before being educated at a rugby school. While traveling in Europe, he prepared a thesis entitled John Webster and the Elizabethan Drama, which won him a scholarship to King's College, Cambridge, where he became a member of the Cambridge Apostles, helped found the Marlowe Society Drama Club, and acted in plays including the Cambridge Greek play. റൂപ്പർട്ട് ബ്രൂക്ക്, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് റൂപ്പർട്ട് ചോണർ ബ്രൂക്ക്, ഒരു ഇംഗ്ലീഷ് പോയറ്റാണ്. അദ്ദേഹം ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത്
എഴുതിയ അദ്ദേഹത്തിൻ്റെ ആദർശപരമായ സോണറ്റുകൾ, യുദ്ധ സോണറ്റുകൾക്ക് പേര് കേട്ടതാണ് അദ്ദേഹം. ഇങ്ങനെ യുദ്ധ സോണറ്റുകൾ എഴുതി പേര് കേട്ടിട്ടുണ്ട് എങ്കിലും അദ്ദേഹം യുദ്ധം നേരിട്ട് അനുഭവിച്ചിട്ടില്ല. കോമ്പറ്റ് യുദ്ധം, അറ്റ് ഫസ്റ്റ് ഹാൻഡ് എന്ന് പറയുമ്പോൾ നേരിട്ട്. ബോയ്ഷ് ഗുഡ് ലുക്കിനും അദ്ദേഹം പ്രശസ്തനായിരുന്നു. ഇത് ഐറിഷ് പോയറ്റായ വില്യം ബട്ട്ലർ ഈറ്റ്സ് അദ്ദേഹത്തെ ദ ഹാൻഡ്സമസ്റ്റ് യങ് മാൻ ഇൻ ഇംഗ്ലണ്ട് ഇങ്ങനെ വിശേഷിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. എന്നുവെച്ചാൽ ഇംഗ്ലണ്ടിലെ ഏറ്റവും സുന്ദരനായ യുവാവ് എന്ന് ഐറിഷ് പോയറ്റായിട്ടുള്ള വില്യം ബട്ട്ലർ ഈറ്റ്സ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു എന്ന്. പിന്നെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ജനന കാര്യങ്ങളാണ്. റൂത്ത് മേരി ബ്രൂക്കിനും വില്യം പാർക്കർ ബ്രൂക്കിൻ്റെയും 3 ആൺമക്കളുടെ രണ്ടാമത്തെ മകനായിട്ടാണ് ബ്രൂക്ക് ജനിച്ചത്. സ്ഥലം പറയുന്നുണ്ട് 5 ഹെൽമോട്ടോൺ റോഡ് ഇൻ റഗ്ബി, വാർവിക്ക്ഷയർ. അദ്ദേഹം ഹിൽബ്രോ പ്രിപ്പ് സ്കൂളിൽ പഠിച്ചു. അതിനുശേഷം റഗ്ബി സ്കൂളിൽ പഠിച്ചു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വില്യം പാർക്കർ ബ്രൂക്ക് റഗ്ബി സ്കൂളിലെ മാസ്റ്റർ ആയിരുന്നു. യൂറോപ്പിൽ ട്രാവൽ ചെയ്ത സമയത്ത് അദ്ദേഹം ഒരു തീസിസ് പ്രിപ്പയർ ചെയ്തിരുന്നു. ജോൺ വെബ്സ്റ്റർ ആൻഡ് ദ എലിസബത്തൻ ഡ്രാമ എന്നുള്ളതാണ് ആ തീസിസിൻ്റെ ടൈറ്റിൽ. തീസിസ് എന്ന് വെച്ചാൽ പ്രബന്ധം. ആ ഒരു തീസിസ് അദ്ദേഹത്തെ കാംബ്രിഡ്ജിലെ കിങ്സ് കോളേജിൽ സ്കോളർഷിപ്പ് നേടാനായിട്ട് കാരണമായി. ആ ഒരു തീസിസ് സ്കോളർഷിപ്പ് അവിടെ നേടിക്കൊടുത്തു. പിന്നീട് ആ കാംബ്രിഡ്ജിൽ അദ്ദേഹം അപ്പോസ്റ്റിലായിട്ട് ഒരു മെമ്പറായി. അപ്പോസ്റ്റിൽ എന്ന് വെച്ചാൽ ഗുരു, ഉപദേശകൻ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ കാംബ്രിഡ്ജ് അപ്പോസ്റ്റിൽസിലെ ഒരു മെമ്പറായി മാറി. പിന്നീട് അദ്ദേഹം മാർലോ സൊസൈറ്റി ഡ്രാമ ക്ലബ്ബ് കണ്ടെത്താൻ സഹായിക്കുകയും അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സഹായിക്കുകയും കാംബ്രിഡ്ജ് ഗ്രീക്ക് പ്ലേയിൽ ഉൾപ്പെടെ അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തു. അപ്പോൾ ടെക്സ്റ്റ് ഓഫ് ദ പോയം: ഹോട്ട് ത്രൂ ട്രോയ്സ് ruin Menelaus broke to Priam's palace, sword in hand, to set on that adulterous were a 10 years' hate and a king's honor, through red death and smoke and cries, and then by quieter ways he stood, till the still innermost chamber fronted him. He swung his sword and crashed into the dim, luxurious bower, flaming like a god. ട്രോയുടെ നാശത്തിലൂടെ ചൂടേറിയ മെനലസ് തകർത്തു പ്രിയാമിൻ്റെ കൊട്ടാരത്തിലേക്ക്. കയ്യിൽ സ്വാഡുണ്ട്, വാളുണ്ട്. ആ വിശ്വസ്തതയില്ലാത്ത വേശ്യയുടെ മേൽ 10 വർഷത്തെ വെറുപ്പും രാജാവിൻ്റെ ബഹുമതിയും അനുഭവിക്കണം. അഡൽട്ടറസ്, വിശ്വസ്തതയില്ലാത്ത, വോർ, വേശ്യ. ചുവന്ന മരണത്തിലൂടെയും പുകയിലൂടെയും നിലവിളികളിലൂടെയും പിന്നീട് ശാന്തമായ വഴികളിലൂടെയും ഏറ്റവും അകത്തെ അറ അവനെ മുന്നിലെത്തിക്കുന്നതുവരെ അവൻ നടന്നു. സ്ട്രോഡ് കാൽനടയായി. അവൻ തൻ്റെ വാള് വീശി. മങ്ങിയ ആഡംബര വില്ലിൽ ഇടിച്ചു. ഒരു ദൈവത്തെപ്പോലെ ജ്വലിച്ചു. സ്വങ്ങ് ആടി വീശി. ക്രാഷ്ഡ് തകർന്നു അല്ലെങ്കിൽ തകർത്തു. ബോവർ വില്ല്, അമ്പും വില്ലെന്ന് പറയില്ല, അതിലെ വില്ല്. ഹൈ സാറ്റ് വൈറ്റ് ഹെലൻ, ലോൺലി ആൻഡ് സെറേൻ. ഹി ഹാഡ് നോട്ട് റിമെമ്പേർഡ് ദാറ്റ് ഷീ വാസ് സോ ഫെയർ ആൻഡ് ദാറ്റ് ഹെർ നെക്ക് കർവ്ഡ് ഡൗൺ ഇൻ സച്ച് എ വേ. ആൻഡ് ഹി ഫെൽറ്റ് ടയേർഡ്. He flung the sword away and kissed her feet and knelt before her there, the perfect knight before the perfect queen. ഏകവും ശാന്തവുമായി വൈറ്റ് ഹെലൻ, വെളുത്ത ഹെലൻ ഉയരത്തിൽ ഇരിക്കുന്നു. സെറൻ ശാന്തമായ. അവൾ ഇത്ര സുന്ദരിയാണെന്ന് അവൻ ഓർത്തില്ല. അവളുടെ കഴുത്ത് നല്ല രീതിയിൽ വളഞ്ഞതായിരുന്നു. അവൻ ക്ഷീണിതനായി തോന്നി. അവൻ വാളുകൾ വലിച്ചെറിഞ്ഞു. ആൻഡ് അവളുടെ കാലുകളിൽ ചുംബിച്ചു. ഫ്ലങ്, എറിഞ്ഞു. അവിടെ അവളുടെ മുമ്പിൽ മുട്ടുകുത്തി. നെൽറ്റ്, മുട്ടുകുത്തി. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യൂവിന് മുന്നിൽ, പെർഫെക്റ്റ് ആയിട്ടുള്ള രാജ്ഞിക്ക് മുന്നിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നൈറ്റ്, ഒരു യോദ്ധാവ് മുട്ടുകുത്തി. ഇനി പോയതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സോ ഫാർ ദ പോയറ്റ്. ഹൗ ഷുഡ് ഹി ബിഹോൾഡ് ദാറ്റ് ജേർണി ഹോം
the long connubial years. He does not tell you how white Helen bears child on legitimate child, becomes a scold haggard with virtue. Menelaus bold, waxed garrulous, and sacked 100 Troys twixt noon and supper. And her golden voice got shrill as he grew deafer, and both were old. Often he wonders why on earth he went Troyward, or why poor Paris ever came. Oft she weeps, gummy-eyed and impotent. Her dry shanks twitch at Paris' mumbled name. So Menelaus nagged, and Helen cried, and Paris slept on by Scamander's side. So far the poet ഇതുവരെ കവി വീട്ടിലേക്കുള്ള ആ യാത്ര, നീണ്ട ദാമ്പത്യ വർഷങ്ങളെ അവൻ എങ്ങനെ കാണണം? കൊനോബിയൽ ദാമ്പത്യം. വെളുത്ത ഹെലൻ നിയമാനുസൃതമായ കുട്ടിയിൽ എങ്ങനെ കുഞ്ഞിനെ പ്രസവിക്കുന്നു എന്നും ശകാരിക്കുന്നവളും സദ്ഗുണമുള്ളവളുമായിട്ട് മാറുന്നതും അവൻ നിങ്ങളോട് പറയുന്നില്ല. ലെജിറ്റിമേറ്റ് നിയമാനുസൃതമായ, ഹഗ്ഗാഡ് ധരിക്കുക, വിർച്യു പുണ്യം. മെനലസ് ധൈര്യശാലിയും ടോക്കാക്റ്റീവുമാണ്. ഉച്ചയ്ക്കും അത്താഴത്തിനും 100 ട്രോയികളെ പിരിച്ചുവിട്ടു. ഗാരുലസ് ടോക്കാക്റ്റീവ്, സാക്കഡ് പുറത്താക്കി. അവൻ ബധിരനായി വളർന്നപ്പോൾ അവളുടെ സുവർണ ശബ്ദം വിറച്ചു. ഷ്രില്ല് വിറ പരിഭ്രമം. ഡെഫ് ബധിരൻ. ഇരുവരും വൃദ്ധരുമായി. താൻ എന്തിനാണ് ട്രോയ്വാർഡ് ഭൂമിയിൽ പോയതെന്ന് പലപ്പോഴും അയാൾ ചിന്തിക്കാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ പാവം പാരീസ് എന്തിനു വന്നു? പാരീസ് എന്നുള്ളത് ഒരു പ്രിൻസാണ്. പലപ്പോഴും അവൾ കരയുന്നു. ഗമ്മി ഐഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. ഇമ്പോർട്ടൻ്റ് ബലഹീനൻ. ഗമ്മി ഐഡ് എന്ന് വെച്ചാൽ കണ്ണിന്നൊരു നനഞ്ഞ ഡിസ്ചാർജ് വരുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് കണ്ണ്. പാരീസിൻ്റെ മുറുമുറുപ്പുള്ള പേരിൽ അവളുടെ ഉണങ്ങിയ തണ്ടുകൾ വിറയ്ക്കുന്നു. അങ്ങനെ മെനലസ് ആഞ്ഞടിച്ചു. നാഗ്ഡ് ആഞ്ഞടിച്ചു. ഹെലൻ കരഞ്ഞു. പാരീസ് സ്കമാൻഡർ സൈഡിൽ കിടന്നുറങ്ങി. നെക്സ്റ്റ് സമ്മറി. Menelaus and Helen, a poem composed of 2 contrasting sections about the difference between fact and fable, was written by Rupert Brooke in 1909. The first section of the poem is somewhat mythical in the way that it describes the honored fairy tale scene in which a valiant knight rescues a lovely queen. On the other hand, the poem's more credible second section depicts a crude reality of the knight and queen's life together after old age has caught up with them. The poem in its entirety therefore presents the reader with 2 opposing viewpoints, thus emphasizing the distinction between an idealistic dream and a much less pleasant truth. Differing words and diction allow the author of Menelaus and Helen to further accentuate this contradictory aspect of the poem. മെനലസ് ആൻഡ് ഹെലൻ എന്നുള്ള ഈ പോയം 1909 റൂപ്പർട്ട് ബ്രൂക്ക് എഴുതിയതാണ്. ഇതിൽ വസ്തുതയും കെട്ടുകഥയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് 2 വ്യത്യസ്തമായ വിഭാഗങ്ങളിലൂടെ പറയുന്നതാണ് ഈ ഒരു പോയം. ഫാക്റ്റ് ആൻഡ് ഫേബിൾ ആണ്. ഫാക്റ്റ് വസ്തുത, ഫേബിൾ കെട്ടുകഥ. ഈ പോയത്തിൻ്റെ ആദ്യ ഭാഗം ഒരു ധീരനായ നൈറ്റ് യോദ്ധാവ് ഒരു സുന്ദരിയായ രാജ്ഞിയെ രക്ഷിക്കുന്ന ആദരണീയമായ ഫെയറി ടെയിലിനെ വിവരിക്കുന്ന തരത്തിൽ അല്പം പുരാണമാണ്, മിത്തിക്കൽ പുരാണം. മറുവശത്ത് പോയത്തിൻ്റെ കൂടുതൽ വിശ്വസനീയമായ 2ാം ഭാഗം വാർദ്ധക്യത്തിന് ശേഷം നൈറ്റിൻ്റെയും രാജ്ഞിയുടെയും ഒരുമിച്ചുള്ള ജീവിതത്തിൻ്റെ അസംസ്കൃത യാഥാർത്ഥ്യത്തെ ചിത്രീകരിക്കുന്നു. അതിനാൽ പോയം വായനക്കാരന് പൂർണ്ണമായി 2 വിപരീത വീക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നു. അങ്ങനെ ഒരു ആദർശപരമായ സ്വപ്നവും സുഖകരമല്ലാത്ത സത്യവും തമ്മിലുള്ള വ്യത്യാസം ഊന്നിപ്പറയുന്നു. വ്യത്യസ്തമായ വാക്കുകളും പദപ്രയോഗങ്ങളും പോയത്തിൻ്റെ ഈ വൈരുദ്ധ്യാത്മക വശം കൂടുതൽ ഊന്നിപ്പറയാൻ മെനലസ് ആൻഡ് ഹെലൻ എന്ന പോയത്തിൻ്റെ രചയിതാവിനെ അനുവദിക്കുന്നു.
ഡിക്ഷൻ പദപ്രയോഗം, ആക്സെൻച്വേറ്റ് ഊന്നി പറയുക. അപ്പോൾ നെക്സ്റ്റ് റീക്യാപ്പ്. റുപ്പർട്ട് ബ്രൂക്ക് വാസ് എൻ ഇംഗ്ലീഷ് പോയറ്റ് നോൺ ഫോർ ഹിസ് ഐഡിയലിസ്റ്റിക് വാർ സോണറ്റ്സ് റിട്ടൺ ഡ്യൂറിംഗ് ദ ഫസ്റ്റ് വേൾഡ് വാർ. Brooke was born at 5 Hillmorton Road in Rugby, Warwickshire. Menelaus and Helen is a poem composed of two contrasting sections about the difference between fact and fable. The first section of the poem is somewhat mythical in the way that it describes the honored fairy tale scene in which a valiant knight rescues a lovely queen. The second section depicts a crude reality of the knight and queen's life together after old age has caught up with them. The poem on its entirety presents two opposing viewpoints. അപ്പം റൂബർട്ട് ബ്രൂക്ക് ഒരു ഇംഗ്ലീഷ് പോയറ്റാണ്. ഐഡിയലിസ്റ്റിക് വാർ സോണറ്റ്സ് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് എഴുതിയിരുന്നതിൽ അറിയപ്പെടുന്ന ആളാണ്. ബ്രൂക്ക് വാർവിക്ക്ഷയറിലെ 5 ഹിൽമോർട്ടൺ റോഡ് ഇൻ റഗ്ബിയിൽ ജനിച്ചു. മെനലസ് ആൻഡ് ഹെലൻ എന്നുള്ള പോയം ഫാക്റ്റും ഫേബിളും, വസ്തുതയും കെട്ടുകഥയും, ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള വ്യത്യാസങ്ങളെ കാണിച്ചുകൊണ്ട് രണ്ട് വ്യത്യസ്തമായ സെക്ഷൻ വിഭാഗങ്ങൾ ഇണക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പോയമാണ് മെനലസ് ആൻഡ് ഹെലൻ. ഈ പോയത്തിൻ്റെ ഫസ്റ്റ് സെക്ഷനിൽ ഒരു ഫെയറി ടെയിൽ പോലെ ഒരു യോദ്ധാവ് സുന്ദരിയായിട്ടുള്ള രാജ്ഞിയെ രക്ഷിക്കുന്നതായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ അല്ലെങ്കിൽ സെക്കൻഡ് സെക്ഷനിൽ നൈറ്റിൻ്റെയും ക്വീനിൻ്റെയും ജീവിതം, അവരുടെ ഒരുമിച്ചുള്ള ജീവിതം വാർദ്ധക്യകാലത്ത് എങ്ങനെയാണ് എന്നുള്ളതും അതിൻ്റെ ഒരു ക്രൂഡായിട്ടുള്ള റിയാലിറ്റി, അതാണ് സെക്കൻഡ് സെക്ഷനിലുള്ളത്. ഈ പോയത്തിൽ രണ്ട് ഒപ്പോസിങ് ആയിട്ടുള്ള വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. നെക്സ്റ്റ് ഗ്ലോസറി. അഡൽറ്ററസ്, ഡിസ്ലോയൽ, വിശ്വസ്തതയില്ലാത്ത. ഫ്ലങ് ത്രൂ, എറിഞ്ഞു. കൊണോബിയൽ, മാരിറ്റൽ, വൈവാഹികം. ഹഗ്ഗാർഡ്, വോൺ, ധരിച്ചു. ഗ്യാരുലസ്, ടോക്കാക്റ്റീവ്. നെക്സ്റ്റ് ആക്ടിവിറ്റീസ്. മാച്ച് ദ ഫോളോയിങ്. ഒരു സൈഡിൽ റുപ്പർട്ട് ബ്രൂക്ക്, മെനലസ് ആൻഡ് ഹെലൻ, നൈറ്റ്, ഐഡിയലിസ്റ്റിക് ഡ്രീം. മറ്റു സൈഡിൽ ക്യൂൻ, ഫാക്റ്റ് ആൻഡ് ഫേബിൾ, അൺപ്ലസൻറ്റ് ട്രൂത്ത്, വാർ സോണറ്റ്. അപ്പോൾ ഈ രണ്ടാമത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ 3 കാര്യങ്ങളും 1, 2, 3 ഈ 3 കാര്യങ്ങളും ആ പോയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വാർ സോണറ്റ് എന്നുള്ളത് മാത്രമാണ് റുപ്പർട്ട് ബ്രൂക്കുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ A4 റുപ്പർട്ട് ബ്രൂക്ക് വാർ സോണറ്റ് A4. പിന്നെ ഐഡിയലിസ്റ്റിക് ഡ്രീം, ആദർശപരമായ സ്വപ്നം. അൺപ്ലസൻറ്റ് ട്രൂത്ത് എന്നുള്ളത് അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾക്ക് ഇടയിലുള്ളതാണ് ഈ ഒരു പോയം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ D3. പിന്നെ നൈറ്റ് ഉണ്ട്, മെനലസ് ആൻഡ് ഹെലൻ, ഇത് രണ്ടുമാണ് ഇതിൻ്റെ ബാക്കിയുള്ളത്. നൈറ്റ്, ക്വീൻ, മെനലസ് ആൻഡ് ഹെലൻ, ഫാക്റ്റ് ആൻഡ് ഫേബിൾ. C1, B2. നെക്സ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻസ്. റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദ ഫോളോയിങ്. What according to the poet is the difference between fact and fancy? സത്യവും മിഥ്യയും തമ്മിലുള്ള വ്യത്യാസം, അത് അക്കോർഡിംഗ് ടു പോയറ്റ് എന്താണ് എന്ന്. അത് ഐഡിയലിസ്റ്റിക് ആണ് ഡ്രീം ഐഡിയലിസ്റ്റിക്. അതുപോലെ ട്രൂത്ത് എന്നുള്ളത് മച്ച് ലെസ് പ്ലസൻ്റ് ആണ്, അത്ര സന്തോഷകരം അല്ലെങ്കിൽ സന്തുഷ്ടകരമല്ലാത്തതാണ് റിയാലിറ്റി. പക്ഷേ ഫാൻസി ഈസ് എ ഹാപ്പി വൺ ആൻഡ് വാലിയൻറ്റ്. നെക്സ്റ്റ്, അറ്റംപ്റ്റ് ആൻ എസ്സേ ഓൺ ദ ഫോളോയിങ്. യൂസ് ഓഫ് ഡിഫറിംഗ് വേർഡ്സ് ആൻഡ് ഡിക്ഷൻ അലോയിങ് ദ ഓതർ ഓഫ് മെനലസ് ആൻഡ് ഹെലൻ ടു ഫർദർ accentuate this contradictory aspect of the poem. വ്യത്യസ്തമായ പദപ്രയോഗങ്ങളും വാക്കുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മെനലസ് ആൻഡ് ഹെലൻ എന്നുള്ള ഈ ഒരു പോയത്തിൻ്റെ രചയിതാവ് കവിതയുടെ വൈരുദ്ധ്യാത്മക വശം ഊന്നിപ്പറയുന്നു. ഇതിനെക്കുറിച്ചൊരു എസ്സേ എഴുതാനാണ്. അപ്പോൾ ഇത്രയുമാണ് മെനലസ് ആൻഡ് ഹെലൻ എന്നുള്ള റുപ്പർട്ട് ബ്രൂക്കിൻ്റെ പോയം. ഇതോടുകൂടി പോയട്രിയിലെ എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. താങ്ക് യു വെരി മച്ച്.